സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഴയ ഫോട്ടോയാണ്. നിങ്ങൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, അത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ഇന്നത്തെ പോലെയല്ല, അന്ന് വേറൊരു പഴയ രീതിയിലുള്ള ഒരു കെട്ടുമെട്ടൊക്കെ ആയിരുന്നു. ആ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു ദിവസം രാത്രി തീ പിടിച്ചു. അതെ, ഈ വാർത്ത കേൾക്കുന്നത് മിക്കവാറും സംഖ്യകളാണ് കേട്ടോ. പറഞ്ഞുതരാം. ആ 70-ലാണ് സംഭവിച്ചത്. 1970-ലാണ് ഒരു രാത്രി ആ ഗുരുവായൂർ ക്ഷേത്രത്തിന് തീ പിടിച്ചത്. അതിന്റെ ഗുരുവായൂരപ്പനൊക്കെ ഇരിക്കുന്ന ആ ഒരു ഗർഭഗൃഹത്തിലേക്ക് ആ ആളി പടരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വിഗ്രഹമൊക്കെ എടുത്തുകൊണ്ട് അവിടുത്തെ നമ്പൂതിരി പാഞ്ഞു. പക്ഷേ ഈ തീ പിടിച്ചത് അണയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്താ അവിടെ സംഭവിച്ചെന്നറിയോ? അതിന്റെ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ നട്ടപ്പാതിരിക്ക് ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും നിർത്താതെ മണിയടിച്ചു. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ മുസ്ലിം പള്ളിയിൽ അർദ്ധരാത്രി അസമയത്ത് ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് വിളി കേട്ട് ഒപ്പം തന്നെ ആ ഒരു പള്ളിയിലെ മണിയടി കേട്ട് അവിടെ ഉറങ്ങിക്കെടുക്കുന്ന നാട്ടുകാർ മുഴുവൻ ഓടി വന്നു. ഇതെന്താ സംഭവം എന്നറിയണ്ടേ? എന്തുകൊണ്ടാണ് ഈ അസമയത്ത് പള്ളിയിലും ഈ ക്രിസ്ത്യൻ പള്ളിയിലും ഒക്കെ മണിയടി കേൾക്കുന്നത്, ബാങ്ക് വിളി കേൾക്കുന്നത്? ആളുകളൊക്കെ ഓടിക്കൂടിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഗുരുവായൂർ ക്ഷേത്രത്തിന് തീ പിടിച്ചിരിക്കുന്നത്. ഇത് കേട്ട പാതി പള്ളിയത്തെ ആൾക്കാരാണോ ഇനിയിപ്പോ ക്രിസ്ത്യൻ പള്ളിയത്തെ ആൾക്കാരാണോ ഒന്നും അറിയാതെ, ജാതി മതവും ഒന്നും നോക്കാതെ ആളുകൾ വെള്ളവും തൊട്ടിയുമായിട്ട് അങ്ങോട്ട് പാഞ്ഞു ക്ഷേത്രത്തെ രക്ഷിക്കാൻ. ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആളിപ്പടരുന്ന ക്ഷേത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കെടുത്താനും വേണ്ടി അന്നുണ്ടായിരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല സുഹൃത്തുക്കളെ, തൊട്ടടുത്ത പള്ളിയിലെ ആളുകൾ, അപ്പുറത്തെ ക്രിസ്ത്യൻ പള്ളിയിലെ ആളുകൾ എല്ലാവരും കൂടിയിട്ടാണ് തീ അടച്ചത്. പെട്ടെന്ന് തന്നെ ഫയർ എഞ്ചിൻ വരുന്നു, തീ പരിപൂർണമായിട്ട് അടയ്ക്കുന്നു. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ ആളുകളുടെ ഒരു ഒരുമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോൾ ആ ഒരു പള്ളിയത്തെ മുക്കറിക്ക് മിണ്ടാതെ കുത്തിരുന്നാൽ മതി. ആ ഒരു ക്രിസ്ത്യൻ പള്ളിയിലച്ഛനും മിണ്ടാതെ കിടന്നുറങ്ങിയാൽ മതി. പക്ഷെ അതിന് പകരമായിട്ട് തൊട്ടപ്പുറത്തുതാ ഒരു ദേവാലയം തീ പിടിക്കുന്നു. അത് അണയ്ക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പള്ളിയിൽ അങ്ങനെ നിർത്താതെ മണിയടിച്ച ആ ഒരു പള്ളിയിലച്ഛനില്ലേ, അതാണ് നമ്മുടെ കേരളം. തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം പള്ളിയിൽ നട്ടപ്പാതിരയ്ക്ക് ബാങ്ക് വിളിച്ച ഒരു ഉസ്താദില്ലേ, അതും കൂടി ചേർന്നതാണ് നമ്മുടെ കേരളം. ആ ഒരു കേരളത്തിലെ ആ ഗുരുവായൂർ അമ്പലം നിൽക്കുന്ന പ്രദേശത്ത് പോയിട്ടാണ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ എന്ത് പറയുന്നേ, വർഗീയത പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ ഭാഗത്ത് ഒരു ഹിന്ദു MLA ഇല്ല എന്ന് പറയുന്ന ഒരു വർഗീയത പറയുന്നേ. മനസ്സിലാക്കേണ്ട ചരിത്രങ്ങൾ അങ്ങനെ കുറേ ഉണ്ട്. ഇതൊന്നും മറക്കാതിരുന്നു കഴിഞ്ഞാൽ കേരളം നശിക്കാതെ ഏറെ കാലം മുന്നോട്ട് പോകും. അതല്ല, ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉറയ്ക്കുന്നതെങ്കിൽ ബൈ.